കൊല്ലം വെളിനല്ലൂരിൽ റോഡ് പണി പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെ പൊടിശല്യത്തിൽ പൊറുതിമുട്ടി നാട്ടുകാർ. വെളിനല്ലൂർ പഞ്ചായത്തിലെ അമ്പലംകുന്ന് പെരിയക്കോട് റോഡിന്റെ പുനർനിർമ്മാണമാണ് കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചത്. പ്രദേശത്തെ സ്കൂൾ കുട്ടികളും ദുരിതത്തിലായിരിക്കുകയാണ്. റോഡ് പുനർനിർമ്മിക്കുന്നതിനായി മന്ത്രി ചിഞ്ചു റാണിയുടെ നിർദ്ദേശപ്രകാരം 5 മാസം മുൻപ് PWD ടെൻഡർ ക്ഷണിച്ച് കരാർ നൽകിയിരുന്നു. 1.5 കോടി രൂപയ്ക്കാണ് കിളിമാനൂർ സ്വദേശി ഷാജിക്ക് കരാർ നൽകിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും പിന്നീട് പുരോഗതിയുണ്ടായില്ല. ആദ്യഘട്ടമെന്ന നിലയിൽ നിലവിലുണ്ടായിരുന്ന റോഡ് പൊളിച്ചുമാറ്റി 1.5 ഇഞ്ചിന്റെ മെറ്റൽ നിരത്തുക മാത്രമാണ് ചെയ്തത്. റോഡിലെ പൊടിശല്യം മൂലം പ്രദേശത്തെ ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അസുഖങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയുമുണ്ട്. ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു കാറ്റടിക്കുമ്പോഴത്തേന് പാറപ്പൊടികളെല്ലാം കൂടെ പറന്ന് ക്ലാസ്സിൽ കയറി കുട്ടികൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. കുട്ടികൾക്ക് പലർക്കും ഇതുമായി ബന്ധപ്പെട്ട പല അസുഖങ്ങളും അലർജി പ്രശ്നങ്ങളൊക്കെ പാറപ്പൊടി ശ്വസിച്ചിട്ട് അലർജി പ്രശ്നങ്ങൾ, ശ്വാസം മുട്ട് മുതലായ അസുഖങ്ങൾ കാരണം 2-3 കുട്ടികൾ ആശുപത്രിയിൽ കിടന്ന ഒരവസ്ഥയുണ്ടായി. അതേപോലെ തന്നെ അധ്യാപകർക്ക് പലർക്കും ഈ അലർജി കാരണം അവർ മാസ്ക് ഇട്ടുകൊണ്ടാണ് ഇപ്പം ക്ലാസ്സിലെല്ലാവരും നിൽക്കുന്നത്. അത്ര പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. സ്കൂളിനൊപ്പം സഹകരണ സംഘവും 100 കണക്കിന് വീടുകളും ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്നു. ടിപ്പർ, ടോറസ് തുടങ്ങി വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി കടന്നുപോകുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും നിരവധി തവണ പരാതി നൽകിയിരുന്നു. റൂറൽ SP-യുടെ നേതൃത്വത്തിൽ ഹിയറിംഗ് നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ഈ റോഡ് ഈ ഗതിയായിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഏതാണ്ട് 6 മാസം കഴിഞ്ഞ് 6 മാസത്തോളമായി. ഇതിനൊരു PTA പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ മന്ത്രിക്കൊക്കെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഓഫീസിൽ നിന്ന് എനിക്ക് തിരിച്ച് മെയിൽ വന്ന് നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വന്ന മെയിൽ അവര് PWD എഞ്ചിനീയർക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞത്. അതുപോലെ മന്ത്രി വീണ ജോർജിന്റെ അതിനകത്തുനിന്ന് വന്ന മെയിൽ മെഡിക്കൽ ഓഫീസർക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ. പക്ഷേ ഇതിന് യാതൊരുവിധ ആക്ഷൻ ഇവിടെ നടക്കുന്നില്ല. ഈ ഒരു കാറ്റത്ത് ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രാവശ്യം അടിക്കുന്ന പൊടി അടിച്ചവരെ മണ്ടേ കയറുക. മൂക്കിൽ അധ്യാപകർക്കായാലും കുട്ടികൾക്കായാലും എന്നും അസുഖങ്ങളാ. പഴയ തകരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തി ടെർമിനേറ്റ് ചെയ്ത ശേഷം PWD വകുപ്പ് സ്വന്തം പണം ചെലവഴിച്ച് ബാക്കി സാധനങ്ങൾ മാറ്റിയാൽ മാത്രമേ റീടെൻഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പ്രദേശവാസികളുടെ ദുരിതപൂർണമായ ജീവിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.